നടത്തുന്നതെന്ന് അറിയാലോ. ഇവിടെ ഇപ്പൊ എല്ലാ ഉപകരണങ്ങളും ഉണ്ട് സുകുമാരി. ഉപകരണം കൂടുന്തോറും മനുഷ്യനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതാവുകയാണ്. കാലം മാറി വരികയല്ലേ ചേച്ചി. ഇവിടെ ഇല്ലാത്തൊരു ഉപകരണം അടുത്ത ഓണത്തിന് നമുക്കിവിടെ എത്തിക്കാം. ഒരു ഡിഷ് വാഷറേ. ഓ, ഇപ്പൊ എല്ലാ വീട്ടുകാരും ചോദിക്കുന്ന അതാ. പാത്രം കഴുകി പെണ്ണുങ്ങളൊക്കെ തേണ്ടല്ലോ. പാത്രം കഴുകുന്ന മെഷീനോ? അതൊന്നും ഇവിടെ വേണ്ട. തിന്ന പാത്രം കഴുകി വെക്കുന്ന മനുഷ്യരേ ഇവിടെ ഉള്ളൂ. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ സുകുമാരി. നീ വേറെ എന്തെങ്കിലും ചെറിയ ഐറ്റത്തിന് തന്നെ ചേർത്തിട്ട് പോ. ശരി. ചേച്ചിയെ മാസത്തിൽ ഒരു 2500 രൂപ റേഞ്ചിൽ വരുന്ന സെക്ഷനിൽ ചേർക്കാം. അത് മതി. മാസം 2500 രൂപയോ? ഇത്രയും പൈസ ഞാൻ എവിടെ നിന്ന് തരും സുകുമാരി? ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവളാ. ചേച്ചിക്ക് എന്തിനാ ജോലി? ഇതൊക്കെ ചേച്ചിയുടെ മക്കള് തന്നോളൂ. മൂത്ത മകന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവന്റെ ഭാര്യ അടുത്ത ആഴ്ച ചേരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ എന്തായാലും ഒരു ഡിഷ് വാഷർ പിടിപ്പിക്കും. ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓ, അവളുടെ കാര്യത്തിൽ ഞാനെന്ത് സപ്പോർട്ട് ചെയ്യാനാ? അവളിപ്പോ എന്റെ മകന്റെ ഭാര്യയൊന്നുമല്ല. പിന്നെ ഭാര്യയമ്മ എങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത്. അവരങ്ങനെ പലതും പറയും. ഇന്ദ്രനും അവളും തമ്മില് ഒരു ബന്ധവും ഇല്ലാണ്ടായിട്ട് മാസങ്ങളായി. അടുത്ത മാസം അവരുടെ ഡിവോഴ്സിന്റെ വിധി പറയും. അങ്ങനെയാണോ കാര്യങ്ങള്? എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയതേ അവിടെ കാറിൽ ഒരാൾ വന്നതുകൊണ്ടാ. കാറില് വന്നെന്നോ? ആര്? ഞാനൊന്ന് പരിചയപ്പെടാൻ നോക്കി. പക്ഷെ ഭാനുമ്മ സമ്മതിച്ചില്ല. പക്ഷേ ആളെ ഞാൻ കണ്ടുപിടിക്കും. സുകുമാരിയോടാ കളി. അതെ, അങ്ങേരെ അറിയാതെ അങ്ങേരെ എന്റെ സെൽഫിയിൽ പകർത്തിട്ടുണ്ട്. ആണോ? എവിടെ നോക്കട്ടെ. എനിക്കറിയാവുന്ന വല്ലവരും ആണോ അതോ പുതിയ ആരെങ്കിലും കയറി കൂടിയതാണോന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടോ ചേച്ചി? എല്ലാ സെറ്റപ്പ് അവിടെ ഉണ്ട്. നീ ഫോട്ടോ കാണിക്കേ. കാണിക്കണം.